ഈ വീട്ടുകാർക്ക് സ്വന്തമായിട്ട് മഴയുണ്ട്. അത് ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുമ്പോൾ മഴ പെയ്യും. അതാണ് ഈ വീടിന്റെ സെറ്റപ്പ് കിട്ടുന്നത്. ആ വീടിന്റെ മുകളിലേക്ക് നോക്കി, ഇത് നമുക്ക് തണുപ്പ് നല്ല രീതിയിൽ വീടിന്റെ ഉള്ളിലേക്ക് കിട്ടും. ഈ വെള്ളം അങ്ങനെ തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ടാങ്കിലേക്ക് സംഭരിച്ചോണ്ടിരിക്കുക. കേട്ടോ, കേട്ടിട്ടുണ്ടോ? ടെൻഷൻ ഫ്രീ. കോഴിക്ക് ടെൻഷൻ ഇല്ലാതെ മുട്ടയിടുക. അത് കയറാം കേട്ടോ. അതാണ് കോഴികൾ കായ്ക്കുന്ന മരം. കരിക്കോഴി കായ്ക്കുന്ന മരം. നോക്കിയാൽ എത്ര കരിക്കോഴികൾ അതിന് മേലെ. അതെ. നമ്മുടെ ഒരു ഫോട്ടോ രാവിലെ എണീറ്റ് വരും കാണുക എന്നുള്ളത്. അപ്പൊ നമ്മുടെ അത് പല പ്രായത്തിലുള്ളതുണ്ട്. നിജിക്ക് 20 വയസ്സുള്ളപ്പോഴത്തേക്കും എൻ്റെ 19 വയസ്സത്തെയും ഫോട്ടോയാണിത്. അപ്പൊ ഈ വാള് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതായി വീട്ടിലെ. നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കുറെ ഹിഡൻ സാധനങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഗ്ലാസ് ബ്രിഡ്ജ്. നല്ല പഴുത്ത സ്റ്റാർ ഫ്രൂട്ട് കേട്ടോ. ഈ പോകുന്ന ഈ വഴികളിലെല്ലാം ഇതുപോലെ ഒരു ചാല് കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ തോട്ടത്തിൽ വരുന്ന മഴവെള്ളം മുഴുവൻ ഇങ്ങോട്ടേക്ക് ഒഴുകി ഇവൻ സംഭരിച്ചോണ്ട് പോവാണ്. കാറ്റ് വെളിച്ചമൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് നിന്നാ ഒന്നും കാണൂല. ജാലി വർക്ക്സ് ആയതുകൊണ്ട് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം, വായിക്കാം. ഓറഞ്ച് പീനട്ട് ഫ്രൂട്ട്. ഇത് ആക്ച്വലി പക്ഷികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരുപാടുണ്ട്. ഇത് മനസ്സിലായി, ഇതാണ് മുള്ളാത്ത ശീമച്ചാമ്പ. ഇത് നോക്കിയാ, സിറ്റിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഒരു കൊതിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ യാഥാർത്ഥ്യമാക്കി. ഞാൻ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഡ്രീമാണ്. ബാംഗ്ലൂർ നഗരത്തിലെ ഒരു ജീവിതത്തിൽ നിന്ന് സ്വന്തം നാട്ടിലെ വേരുകളിലേക്ക് തിരിച്ചു വന്ന് അവിടെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക പാർപ്പിടമൊക്കെ തീർത്ത് ഇനിയുള്ള ലൈഫ് ഇവിടെ അങ്ങ് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ച ഒരു ദമ്പതികളുടെ വെറും പാർപ്പിടമല്ല കേട്ടോ. ആ പാർപ്പിടത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു വലിയൊരു സ്ഥലമുണ്ട്. അതായത് ഏകദേശം ഒരു 1.25 ഏക്കറോളം വരുന്ന ഒരു സ്ഥലം. ആ സ്ഥലം മുഴുവൻ അടിപൊളി നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയിൽ കുറെ പഴച്ചെടികളൊക്കെ തീർത്ത് അതിന് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട്, മാത്രമല്ല കുറച്ച് മൃഗങ്ങളും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തതകളുള്ള ഒരു വീടും കൂടിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയുടെ ആലക്കോട് അടുത്ത് വരുന്ന ചെറുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഇച്ചിരി വെള്ളത്തിന് ലഭ്യത കുറവൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു കിടിലൻ മാർഗമൊക്കെ ഇപ്പൊ നമ്മൾ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വരൾച്ചയൊക്കെ എല്ലായിടത്തും ബാധിക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാന്ന് ശരിക്കും ഈ ഗൃഹനാഥനൊരു എന്താ പറയാ ഒരു ലിവിംഗ് മാനിഫെസ്റ്റോ തയ്യാറാക്കി എന്ന് പറയുന്ന പോലെ ആണ് ഇവിടെ കാണാൻ. ഒരു ഇന്റീരിയർ ഡിസൈനർ കൂടി ആയിട്ടുള്ള സജി ജോസഫ് ആണ് ഈ വീടിന്റെ ഉടമസ്ഥൻ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രിയപത്നി നിജ. അതെ, 2 പെൺകുട്ടികൾ. പുതനപ്ര വീട്. അതെ. അപ്പൊ പുതനപ്ര വീടിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾ എല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. കം ഓൺ എവരിബഡി, വാ. നമസ്കാരം. നമസ്കാരം. ഗേറ്റ് അങ്ങോട്ട് തുറക്കുകയാണെങ്കിൽ ഉള്ളിലോട്ട് കയറായിരുന്നു. ഇതാ തുറന്നിരിക്കണോ? ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ള ഒരു ഗേറ്റ് ആണ്, ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ്. തുറക്കോ സീസേ, തുറന്നിരിക്കുന്നത്. നമസ്കാരം. നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഇവിടെ എത്തിയല്ലേ? ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നീണ്ട യാത്ര കഴിഞ്ഞു. യാത്രയൊക്കെ അടിപൊളി. കുടുംബമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ വീട് പരിസരവും നമ്മൾ മുൻപൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതനുസരിച്ചാണ് നമ്മളോട് വന്നിട്ടുള്ളത്. നമ്മൾ പറ്റുന്ന പോലെ സ്വന്തമായിട്ടൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. പറ്റുന്ന പോലെ നിങ്ങളെപ്പോലുള്ള ഫ്രണ്ട്സ് വരികയാണെങ്കിൽ ഒരുപാട് ഇതിനൊരു വെറൈറ്റി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, തീർച്ചയായും. താങ്ക് യു. വളരെ സന്തോഷം. ഒരു പറമ്പെന്നോ തോട്ടമെന്നോ പറയാൻ പറ്റില്ല. താങ്ക് യു സോ മച്ച്. എന്താണ് പുതനപ്ര വീടിന്റെ ഈ ഒരു പ്രമേസസിനെ സാർ വിശേഷിപ്പിക്കുക? ശരിക്കും ഞങ്ങളിതൊരു ഏദൻ തോട്ടം എന്ന് തന്നെയാണ് പറയാറ്. കാരണം നമ്മുടെ 35 വർഷത്തെ ബാംഗ്ലൂർ ലൈഫിൽ ഒരു ചേഞ്ചസ് വേണമെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പൊതുവെ ആരും വരാറില്ല അത്രയും നാള് ഇവിടുന്ന് മാറി നിന്ന്. സിറ്റി ലൈഫ് ഈ ഒരു 35 വർഷം ഉണ്ടായ മാറ്റം ലോകത്ത് ഡിഫറെന്റ് ആണ്. പറയാൻ പറ്റാത്ത അത്രയും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതിന് ഏറ്റവും കൂടുതലുള്ള ഇപ്പൊ ഫിംഗർ ടിപ്പിൽ എല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്ത് വീണ്ടും നമ്മൾ ഒരു നാടൻ പ്രദേശത്തേക്ക് വന്ന പല സാധനം ഇവിടെ അവൈലബിലിറ്റി ഇല്ല. നമ്മളത് പോയി കണ്ടുപിടിച്ച് വരേണ്ട ഒരു അവസ്ഥ ഇന്നും ഇവിടെയുള്ള. ഞാൻ പറയാം, ഒരു 15-20 വർഷം പുറകിലാണ് ബാംഗ്ലൂരിനേക്കാൾ നമ്മുടെ നാട്. എന്നിട്ടും ഇതിനെ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഞാൻ നാച്ചുറലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒത്തിരി നാച്ചുറാലിറ്റി എനിക്ക് ഇഷ്ടം. പിന്നെ അതുപോലെ കൃഷിയെ ഇഷ്ടമാണ്. സസ്യങ്ങൾ, മൃഗങ്ങൾ, അതൊക്കെ തന്നെയാണ് തിരിച്ചു വരവിലേക്ക് ഞാനൊരു പ്ലാൻ ചെയ്തത്. ബിസിനസ് ഉണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. എന്നാൽ പോലും എൻ്റെ ഇനിയുള്ള ലൈഫ് ഈ തോട്ടത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതാണ് നമ്മള് ഐഡിയ. വീഡിയോന്റെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്റീരിയർ ഡിസൈനർ ആണല്ലേ? അതെ. അപ്പൊ അതിന്റെ സ്ഥാപനങ്ങൾ, ഓഫീസൊക്കെ എവിടെയാണ് വരുന്നത്? ഞങ്ങൾക്ക് ബാംഗ്ലൂരുണ്ട്. ഇവിടെ ഇപ്പം അടുത്ത് വേണമല്ലോ, അങ്ങനെ ഞാൻ ആലക്കോട് ഒരെണ്ണം കിട്ടും. ആലക്കോട് അത്രയും വലിയൊരു ബിസിനസ് ഉള്ള ഏരിയ അല്ല, വലിയ ടീമൊന്നും ഇല്ല. എന്നാലും പറ്റുന്ന പോലെ. സ്ഥാപനത്തിന്റെ പേര് സീസർ ഇന്റീരിയർ ആണ്. സീസർ ഇന്റീരിയർ. ഞങ്ങൾക്ക് ബാംഗ്ലൂരും ഉണ്ട്, കൊച്ചിയിൽ വർക്ക് നടക്കുന്നുണ്ട്, ഹൈദരാബാദിലുണ്ട്.
ഇപ്പം കേരളത്തിൽ കണ്ണൂർ കൊച്ചിയിലുണ്ടായിരുന്നു നേരത്തെ, ഓഫീസ് ഉണ്ടായിരുന്നു, ഇപ്പം അവിടെ വർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള എൻ്റെ തന്നെ ഡിസൈനാണ്, എല്ലാ ഡിസൈൻ, ഇന്റീരിയർ മാത്രമല്ല വീടിന്റെ ഡിസൈൻ, എക്സ്റ്റീരിയർ. അല്ല ഞാൻ ആക്ച്വലി ഡെവലപ്പറും കൂടിയാണ്. ഞാൻ ബാംഗ്ലൂർ ഒരു 7 ലേഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആ ഗേറ്റ് കടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വഴിയാണ്. ആ വഴിക്ക് ഇരുവശവും ഇങ്ങനെ സ്ലോപ്പായിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കണം, ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ കിടക്കണം. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാസ് ആണല്ലോ, ബഫലോ ഗ്രാസ്. ബഫലോ ഗ്രാസിന് ഇടയ്ക്ക് ഇങ്ങനെ നിറയെ വ്യത്യസ്ത തരം പഴച്ചെടികൾ, തെങ്ങ്, പൂക്കള്, അങ്ങനെ പലതരം അല്ലെ മിക്സഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം വീടൊന്ന് കാണാം, ഉറപ്പായിട്ടും. എന്നിട്ട് നമുക്ക് എല്ലാം വെയിൽ താഴുകയും ചെയ്യും. കമോൺ എവരിബഡി. അപ്പൊ നമ്മൾ കയറി പോകുന്ന വഴിക്ക് തന്നെ ഒരു ഗസീബോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ചെറിയ വെറൈറ്റി ഉണ്ട്. ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കാലാവസ്ഥയിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് പറയണം. എന്താ ഫീൽ ചെയ്യുന്നത്? നല്ലൊരു സുഖമുള്ള കുളിര് ഫീൽ ചെയ്യുന്നില്ല? ഉണ്ട്. ഈ മേലുള്ള ഓപ്പൺ സ്പേസ് ആണ്. എക്സാക്ട്ലി. മേലെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സൈഡിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എയർ എപ്പോഴും വലിച്ചെടുക്കാൻ, എയർ താഴ്ന്ന് വലിച്ചെടുക്കുമ്പോൾ ഈ കാറ്റ് പതുക്കെ താഴ്ന്ന് നമുക്ക് കിട്ടും. ഓക്കെ, യെസ്. ഒരാളെ ഞാൻ കുറെ നേരം എന്റെ കാലിന്റെ ചുവട്ടിൽ കിടക്കുന്നു. അച്ഛന്റെ പേരെന്താ? സീക്കി. ഇതുപോലെ 3 പേര് കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ, വീട്ടിനുള്ളുണ്ട്. അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മള് ഫൈനലി വീട്ടുമുറ്റത്തെത്തി. നീ ചേച്ചി നമസ്കാരം. പാതി. യെസ്. ഇത് നമ്മുടെ നിങ്ങൾ എത്ര പേരാണ് വീട്ടിലാകെ മൊത്തം? എങ്ങനെ? ഞങ്ങൾ 2 കുട്ടികളും ഞങ്ങളും. 2 കുട്ടികൾ. കുട്ടികൾ ഇവിടെ ഇല്ല. 2 പെൺപിള്ളേരാണ്. അവർ ബാംഗ്ലൂർ പഠിക്കുന്നു. ഒരാൾ MBA കംപ്ലീറ്റ് ആയി, ഒരാൾ BBA കംപ്ലീറ്റ് ആയി. അപ്പം ഈ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പറിച്ച് നട്ടപ്പോഴേ അവിടുത്തെ ഒരു സാഹചര്യം, ഇവിടുത്തെ ഒരു മെയിൻ്റനൻസും കൂടെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ആദ്യ കാലഘട്ടത്തിൽ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാലോ, കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അതുകൊണ്ട് പിന്നെ വലിയതായിട്ട് എനിക്ക് സോഷ്യൽ ലൈഫ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ഇങ്ങോട്ട് താമസിച്ചപ്പോൾ. ഇവിടെ എനിക്ക് ഗാർഡനിങ്ങും കുറച്ച് ഫ്രൂട്ട്സും അതും പിന്നെ പട്ടികളും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഇപ്പൊ തിരിച്ചു പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, എനിക്ക് ആ ബിസി ലൈഫിനെക്കാട്ടി ഇച്ചിരി ഇഷ്ടം കുറച്ചുകൂടെ കാം ലൈഫ്. റൈറ്റ്. ഇപ്പൊ കറക്റ്റ് ആയി. ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പാർട്ട് ഏതാ? എന്റെ 5 പട്ടികൾ. അവരാണ് ഈ വീട്ടിൽ ലൈഫ് കൊടുക്കുന്നതെന്നാ. അപ്പൊ ഇതാണ് വീട് കേട്ടോ, അല്ലേ? ഈ വീട് എന്താണ്? ഈ വീട് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു ബ്രൈറ്റ് യൂറോപ്യൻ ടച്ച് ആണ് ഇതിന്. മഴയായാലും പിന്നെ വെയിലായാലും അതിനെ അധികം അകത്തേക്ക് എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലാഡിങ്, അതുപോലെ മേലെ ഓട് കണ്ടോ, അത് ഡബിൾ ഓടാണ്, മേലെ താഴെ ഓടുണ്ട്. അത് കൂടാതെ തന്നെ അതിനുള്ളിൽ സീലിങ്ങിന്റെ ഉള്ളിൽ നമ്മളൊരു ഇത് ഹീറ്റ് പ്രൊട്ടക്ഷൻ ഷീറ്റ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തു. ഇവിടെ നോക്കുമ്പോഴല്ലോ ഒരു ചെറിയ ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്വിറ്റ്സർലാൻഡ് ടൈപ്പാണ്. ഇത് ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം ക്ലാഡിംഗ് ആണോ ചെയ്തിരിക്കുന്നത്? ഇത് മൊത്തം ക്ലാഡിംഗ് ആണ്. ക്ലാഡിംഗ് മാത്രമല്ല, ടൈലല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ മഡിന്റെ ടൈലാ, ഒരു എർത്തി ടോണാ. ഇത് മാത്രം ഇന്റർലോക്ക് ആക്കി. ഇവിടെ മാത്രം ഇന്റർലോക്ക്. അത് കാരണം എന്താ വെച്ചാൽ നാച്ചുറൽ സ്റ്റോൺ ഇട്ട് കഴിയുമ്പോഴേ ഈ ചെളിയും മണ്ണും പിടിക്കാൻ സാധ്യത കൂടുതലാണ്, കഴുകുമ്പോൾ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഞാനൊരു ബിൽഡർ ആയതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊരു 2620 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ബെഡ്റൂമേ ഉള്ളൂ. 3 ബെഡ്റൂം, ഹാള്, 2 കിച്ചണുണ്ട്. ഇത് കൂടാതെ ഞങ്ങൾ പുറത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അലക്കാനുള്ളൊരു സ്ഥലം, തുണിയിടാനുള്ള സ്ഥലം, പട്ടിക്കൂട് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വർക്കേഴ്സിന് താമസിക്കാൻ, എന്തെങ്കിലും പിന്നെ വീട്ടുജോലിക്കാരെല്ലാം വരികയാണെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു 5 ബെഡ്റൂം സൗകര്യമുള്ള സംഭവമൊക്കെ ഇതിനകത്ത് പുറത്തൂടെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് സ്പേസ്. ഒരു ചെറിയ സിറ്റ് ഔട്ടാണ്. നമ്മളൊരു വലിയ വിശദമായിട്ടൊന്നും കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ ഇഷ്ടംപോലെ ലാൻഡ് പുറത്തുള്ളപ്പം ചെറിയൊരു സിറ്റ് ഔട്ട് മതി വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങിയിരിക്കാനായിട്ട്. ഗസീബോ ഇരിക്കാൻ പറ്റാത്ത സ്ഥലമൊന്നുമില്ല. പിന്നെ അവിടെ അപ്സ്റ്റെയറിലുണ്ടല്ലോ ഇഷ്ടം പോലെ സ്ഥലം. 4 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കും. ഇവിടെ 2, താഴെ 2. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, നമ്മൾ വെള്ളം അടിക്കാതിരിക്കാൻ വേണ്ടി കവർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പാർക്കിങ്ങുമായി. അത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വീടിന്റെ ഭംഗി പോകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ട്. എന്നിരുന്നാലും നമുക്ക് തൽക്കാലം ഒന്ന് വണ്ടിയെ സേഫ് ചെയ്യുന്നുണ്ട്. പുറം പോലെ തന്നെ അല്ലേ, അകവും വളരെ വിശാലമാണ്. താങ്ക് യു. കയറി വന്നപ്പോൾ കളറിൽ ഇച്ചിരിയൊക്കെ ഡിഫറെന്റ് കാണും. ഇവിടുത്തെ സാധാരണ കാണുന്ന വീട് പോലെ ആയിരിക്കില്ല. ഇല്ല. കളർ ഇച്ചിരി ഡാർക്കാണ്. അതെ, പക്ഷേ ഹൈറ്റ് ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഡബിൾ ഹൈറ്റിന് മേലെയുണ്ട്. ഡബിളിന് മേലെയുള്ള ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മുകളിലും ഈ പറഞ്ഞ നമ്മുടെ ഇത് വാർത്തിട്ടുള്ളൊരു സെറ്റപ്പ്. വാർത്തിട്ടുള്ളതല്ല ഇത്, ശരിക്കും പറഞ്ഞാൽ ഫ്രെയിം വർക്കാ. താഴെയോട് മേലെയോട് സെന്ററിൽ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാലാവസ്ഥയിൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. അകത്ത് കയറി കഴിയും സുഖമുണ്ട്. എൻ്റെ ഒരു സുഖം ഫീൽ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ചാൽ ഇത്രയൊക്കെ ചെയ്തപ്പോൾ താഴെ നാച്ചുറൽ മാർബിൾ കൊടുത്തു, ഇറ്റാലിയൻ മാർബിൾ. അപ്പോൾ അതൊന്നുകൂടെ നമുക്ക് കൂളിംഗ് കൂടുതൽ കിട്ടും.
മാത്രമല്ല ഇറ്റാലിയൻ മാർബിളിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫർണിച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് മെർജായി പോകും. അതെ, വേറെ ഇപ്പോൾ വൈറ്റ് കൊടുത്താലും അല്ല ടൈല് കൊടുത്താലും ഫർണിച്ചർ സെപ്പറേറ്റ് ആയിരിക്കും, ടൈല് സെപ്പറേറ്റ് ആയിരിക്കും. ഒരുപാട് വുഡൻ എലമെന്റ് വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ? ഡോർ ആണെങ്കിലും ഇപ്പം ആ എൻട്രൻസ് ഒക്കെ ആണെങ്കിലും കംപ്ലീറ്റ് വുഡൻ പാനലിംഗ് ആണോ ഇത് പാനലിംഗ്, വിനിയർ പാനലിംഗ് എന്ന് പറയും. സാധാരണ നമ്മുടെ കേരളത്തിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഇത്. ഞങ്ങൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ ദുബായിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് വൈസ് ഒരു 3 times മോർ ഉണ്ടാവും ഇപ്പോൾ ലാമിനേഷൻ ചെയ്യുന്നതൊക്കെ. എല്ലാം പ്രീമിയം രീതിയിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിന്റെ പെയിന്റ് അടിച്ചിരിക്കുന്നുണ്ടോ, ഇതൊരു ഡ്യൂക്കോ പെയിന്റ് ആണ്. നമ്മൾ വണ്ടിക്കൊക്കെ അടിക്കുന്ന പെയിന്റ് അടിച്ചിരിക്കുന്നത്. ഇതാണോ? PU പെയിന്റ്. അത് സാധാരണ ഇവിടെ എല്ലാവരും PVC മേടിച്ച് വെക്കുന്നതിന് പകരം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ തന്നെ നാച്ചുറലായിട്ട് മെഷീനിൽ കൊണ്ടുപോയി ഡിസൈൻ അടിച്ച് ഇത് 7 കോട്ടോളം പെയിന്റ് വരുന്നുണ്ട് ഇതിന്റെ മേലെ. അപ്പോൾ അതിന്റെ ഡിഫറൻറ്റ് അതേ കാണാം, നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇതൊരു വിനിയറാണ്, നാച്ചുറൽ വിനിയർ. എക്സാക്ട്ലി ഇവിടെ കിട്ടാറില്ല. നിങ്ങളിപ്പോൾ സ്റ്റാർബക്സ് പോലെയുള്ള ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ ഡിസൈൻ. ലോക്കൽ എവിടെയും കിട്ടില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടഡാ. ഇതൊരു പ്രയർ ഏരിയ, ഇത് ഞങ്ങളുടെ പ്രെയർ ഏരിയയാണ്. വൈഫ് അത്യാവശ്യം പ്രാർത്ഥനക്കാരിയാണ്, അത് ഞാൻ വിശ്വാസം നന്നായിട്ടുണ്ട്. അത് വളരെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒരു കൊന്തയിലാനൊക്കെ ഇരിക്കുന്ന ഒരു കാമായിട്ടിരിക്കണമെന്നുള്ള ഒരു രീതിയിൽ അത് പ്രയർ റൂം സെപ്പറേറ്റ് അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട് നമ്മുടെ പ്രയർ സ്പേസിന് തൊട്ടിപ്പുറത്ത്. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ്? ഒരു പാർഷ്യലി പാർട്ടീഷൻ ആയത്, കാരണം നമ്മൾ കംപ്ലീറ്റ്ലി കവർ ആകുന്നില്ല. സെയിം ടൈം തന്നെ നമുക്ക് ഒരു പാർട്ടീഷൻ ഉണ്ട് താനും. ആക്ച്വലി ഇതൊരു ഒറ്റ ഹാളായിരുന്നു. അതിനെ ഞാൻ ഡിവൈഡ് ചെയ്ത് വുഡ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് ജാലി പാർട്ടീഷൻ എന്നാണ് പറയുന്നത് ഇതിന്. ഇതാകുമ്പോൾ കാറ്റും വെളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുകയും ചെയ്യും, ഒരു കാഴ്ചയുണ്ട്, എന്നാൽ ബ്യൂട്ടിയാണ്. അത് മാത്രമല്ല ഈ പ്രെയർ ഏരിയയ്ക്ക് ഒരു മറവ്. അതേപോലെ തന്നെയാണ് ഈ സൈഡിൽ നമ്മൾ മിറർ കൊടുത്തിരിക്കുന്നത്. ആ മിററിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയ ഒരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് നമുക്ക് വിസിബിലിറ്റി കിട്ടും. അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഈ സ്പേസ് കുറച്ച് വലുതാന്ന് തോന്നുന്നു. അത് മാത്രമല്ല ഇത് അവിടെയും കാണാമല്ലോ. ഇതിപ്പോ 1 പണിക്ക് 2 പണി കാണുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. ആ പ്രയർ ഏരിയയുടെ ഒക്കെ തൊട്ടിപ്പുറത്താണ്. ഒരു 8-10 പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. എല്ലാം നമ്മൾ കസ്റ്റം ചെയ്തതാണോ? എല്ലാം നമ്മൾ കസ്റ്റം ചെയ്തതാണ്. ഇതിനൊരു വെറൈറ്റി നിങ്ങൾക്ക് സോഫയ്ക്ക് കാണാൻ പറ്റുന്നതിനാ വെച്ചാൽ നമുക്ക് സൈഡ് ടേബിൾ വെച്ചിട്ടില്ല. പൊതുവേ സോഫയ്ക്ക് സൈഡ് ടേബിളിന്റെ ആവശ്യമുണ്ടല്ലോ, നമ്മളത് സോഫയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കോഫി വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് വെക്കാനുള്ള സ്ഥലം അത് സെൻറ്ററിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പോരെ മതി. അപ്പോൾ നമുക്ക് വേറൊരു മൂവിങ് ഫർണിച്ചർ അവിടെ വെക്കേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തു. അവിടെ തന്നെയാണ് നമ്മുടെ TV യൂണിറ്റും. TV യൂണിറ്റും കുറച്ച് വെറൈറ്റി ആണ്, കണ്ടാൽ മനസ്സിലാവും. അതിന്റെ ബാക്കിൽ ഒരു വേവ് കാണുന്നുണ്ടല്ലോ അല്ലേ, ഒരു 3D വേവ് ഇല്ലേ, മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. ഇതെന്ത് മെറ്റീരിയൽ? അത് മെറ്റീരിയൽ നമ്മൾ പെയിന്റിൽ തന്നെ ചെയ്യുന്നതാണ്. അത് നമ്മുടെ ഇന്റീരിയറിന്റെ ഒരു ഭാഗമാണ്. അത് അത് നോട്ട് ഈസി. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അതൊക്കെ അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആസ് എ ഡിസൈനർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു വീട് പണിയുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഒരു മീഡിയ ഏരിയ സെപ്പറേറ്റ് ചെയ്യുക. നമ്മൾ റിലാക്സ് ചെയ്യുന്ന ഏരിയ സെപ്പറേറ്റ് ചെയ്ത് വേറെ ഒരു ശല്യം വരാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് TV കാണാൻ കിട്ടും. എവിടെ നോക്കിയാലും കാണാം, പക്ഷെ എന്താ ഡിസ്റ്റർബ് ആവൂല. TV ഒരു ശല്യം ഇല്ലാതെ വാച്ച് ചെയ്യാൻ പറ്റും. കൊച്ചിനെടുക്ക്. പിന്നെ ആ കൂടെ തന്നെ ഞങ്ങൾ കുറച്ച് ഒരു ഷോക്കേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഷോക്കേസ് നമ്മൾ എല്ലാം പുറത്ത് കാണുന്ന പോലെ അല്ലേ വെച്ചോണ്ടിരുന്നത്. അതിന് പകരം ഒരു ഡിഫറൻസ് ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. തുറന്നു നോക്കിയാൽ അറിയാനത്. ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. ഇനിയും വെക്കാറുണ്ട്. വരാൻ വേണ്ടി ഇരിക്കുന്നേ ഉള്ളൂ. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാവുകയും നമുക്ക് അറിയുകയും ചെയ്യും. ഇത് ആളെ കാണിക്കാനല്ലല്ലോ, നമ്മുടെ ഒരു കോൺഫിഡന്റ് നമ്മുടെ കയ്യിലുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ലൈറ്റും കാറ്റും വരുന്ന ഒരു ഏരിയ ആണോ ഇത്? ഒരു വലിയൊരു ഭാഗം ഓപ്പൺ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ. അങ്ങ് ദൂരെ മലനിരകളിൽ നിന്ന് വരുന്ന കാറ്റും എല്ലാം കാണാൻ പറ്റും, മഴയൊക്കെ കാണാൻ പറ്റും. ഏன்னா ഇതിലെ ഇറങ്ങി പോവാം. പെട്ടെന്ന് അത്യാവശ്യം വന്നാൽ അതിലേക്ക് ഇറങ്ങി പോകണ്ട, ചാടി പോവാം. മെഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വൈകുന്നേരങ്ങളിലേ കൊതുകൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് മെഷ് മാത്രമായിട്ട് അടച്ചുവിടാം. അപ്പോൾ കാറ്റ് കയറുകയും ചെയ്യും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് വന്നു. ഇതാണ് ഡൈനിങ് നമ്മുടെ. അയ്യോ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ഒന്ന് ഉച്ചഭക്ഷണം ഇവിടെ നിന്നായിരുന്നു. അപ്പം ഇവിടെ വളരെ വിഭവസമൃദ്ധമായിട്ട് ഈ മേശ. അത് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ഭക്ഷണത്തിന്റെ ഐറ്റം ഒക്കെ കുറഞ്ഞു. അയ്യോ, റിച്ച് ആയിരുന്നു. അതിങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ചന്തം ഉണ്ടായിരുന്നു. കറക്റ്റ് ഡൈനിങ് സ്പേസ് കംപ്ലീറ്റ്. നിജയുടെ കലാപരിപാടിയാണ്. പുള്ളി ഭയങ്കര ഈ കാര്യത്തിൽ ഭയങ്കര കിങ് മേക്കറാണ്. രുചികരമായ ഭക്ഷണമായിരുന്നു. താങ്ക് യു ചേച്ചി. ഈ ഡൈനിങ് ടേബിൾ നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്വന്തം ചെയ്താണല്ലേ? വീടിന്റെ ഡോറ് തൊട്ട് എല്ലാം നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ആണ്. നൈസ്. തൊട്ടപ്പുറത്താണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇതാണ് മെയിൻ കിച്ചൺ. ആണ്. മെയിൻ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ ഇത് മാത്രം കൊടുത്തിട്ടുണ്ട്.
കൺസീൽഡ് സ്റ്റവ് മാത്രം കൊടുത്തിട്ടുണ്ട്. അതല്ല പിന്നെ ഓവൻ മൈക്രോവേവിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇൻബിൽറ്റ് ആയിട്ട് ഈ സൈഡിൽ അല്ലേ? ആ, അതേപോലെ ടോൾ യൂണിറ്റുകൾ ഇങ്ങനെ ആ പുള്ള ചെയ്യാം. അതുപോലെ ഇതൊരു ക്രോക്കറിയാണ്. ആ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇവിടെ നിർത്തി ചെയ്യാവുന്ന പോലെ. സെയിം ഫ്ലൂട്ടഡ് ഗ്ലാസ് വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഷട്ടർ, റോളിംഗ് ഷട്ടർ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. അതിനകത്ത് അത്യാവശ്യം സ്റ്റോറേജ് എല്ലാം വലിയ സൗകര്യമുണ്ട്. ഡ്രോയേഴ്സാണ്. അത്യാവശ്യം വലിയ ചെമ്പൊക്കെ വേണമെങ്കിൽ എടുത്ത് നോക്കാം അല്ലേ? ഒരു കാവറിക്ക് ഇത് നമ്മുടെ തോട്ടത്തിലുണ്ടായതാണോ? തോട്ടത്തിലുണ്ടായതാണ്. തോട്ടത്തിലേക്ക് ഇറങ്ങി ഇനി ഒരുപാട് കഴിക്കാനുണ്ട്. ഫുൾ പഴം തിന്നാനുള്ള ആരോഗ്യം ഇപ്പം ഇല്ല. ഇപ്പം ചോറുള്ളൂ. ഈ ഡൈനിങ് സ്പേസിന്റെ ഇപ്പുറത്ത് നമുക്ക് ശരിക്കും ഒരു കോർട്ട്യാർഡ് സ്പേസ് ഉണ്ട് അല്ലേ? ഒരു ക്ലോസ്ഡ് കോർട്ട്യാർഡ് സ്പേസ്. അതെ, ചേച്ചിയുടെ സ്പെഷ്യൽ ഏരിയ എന്നൊക്കെ പറയുന്നത്. എന്റെ സ്പെഷ്യൽ ഏരിയ എന്ന് പറയാൻ കാറ്റ് വെളിച്ചമൊക്കെ ഉണ്ട്, പക്ഷെ പുറത്ത് നിന്നാ ഒന്നും കാണൂല. ജാലി വർക്ക്സ് ആയതുകൊണ്ട് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം, വായിക്കാം. പഠിപ്പിയാണ് പഠിപ്പി. ചേച്ചി കുറെ ബുക്സ് വായിക്കില്ലേ? ഇത് മിക്കവാറും ഞാൻ വെച്ചിരിക്കുന്ന ബുക്സ് എല്ലാം ഞാൻ വായിച്ച ബുക്സ് ആണ്. ഇനി ബാക്കി ആഡ് ചെയ്യാനേ ഉള്ളൂ. സീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പെറ്റ്സിനൊക്കെ വെച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം അല്ലേ? കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ശല്യമൊന്നും ഇല്ല. ഇവിടെ വലിയ നോയ്സ് പൊല്യൂഷനോ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട്. ഇത് ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ഫയർ പ്ലേസ് ഇഷ്ടമാണ്, പക്ഷെ ഇവിടുത്തെ വെതറിനനുസരിച്ച് നമുക്ക് ഫയർ പ്ലേസ് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ആർട്ടിഫിഷ്യലി ഒരു സംഭവം ഉണ്ടാക്കി, അതുപോലെ ആക്കി. ഇവിടെ തന്നെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. ഇച്ചിരി മാറിയിട്ട് ഇവിടെ നമ്മളിപ്പോ ഒരു പാർട്ടി പോലെ സെറ്റ് ചെയ്യുകയാണെങ്കിലും ഡിസേർട്ട് ഒക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വന്നിരുന്ന് കഴിക്കാലോ. ഇതാണ് ബസ് ഭയങ്കര കമ്പനിയാ. ഭയങ്കര കമ്പനിയാ, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇനിയുണ്ട് 2-3 പേര്. ബെയിലി ഉണ്ട്, നെപ്പോളിയൻ ഉണ്ട്, സാറ ഉണ്ട്. കൊറേ ഫോട്ടോ വാൾസ് ഉണ്ട് ഇവിടെ. അതില് വൺ ഓഫ് ദ വാൾസ് ആണിത്. അതിനകത്ത് നമ്മുടെ ആൾക്കാരൊക്കെ നിരന്നിരിക്കുന്നു. മേലെ ഇരിപ്പുണ്ട്. ഇത് നമ്മുടെ വർക്കിംഗ് കിച്ചണിന്ന് ഇങ്ങോട്ടുള്ള ഒരു വിൻഡോയാണ്. ഇത് ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആണല്ലേ? അങ്ങോട്ട് ഒരു ഇവിടെ ആരെങ്കിലും ഇരിക്കുവാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഒന്ന് കൺവേഴ്സ് ചെയ്യണമെങ്കിലും വർത്താനം പറയണമെങ്കിലും ഓടി വന്ന് അപ്പുറത്ത് വന്ന് പറയേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ. എല്ലാ സ്ഥലത്തും ശരിക്കും പുറത്തോട്ട് ആക്സസ് ഉള്ള എല്ലാ സ്ഥലത്തും ഇതുപോലെ മെഷ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഈ സംഭവം ഇത് ഒരു വ്യത്യാസം കണ്ടോ? ഇത് 3 ടൈൽസ് കൂടിയിട്ടാണ് ഒരു ടൈല്. അത് മാത്രമല്ല, അതിനെല്ലാം ഒരു സിഗ്സാഗ് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇത് ഫിറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ 100 രൂപ പെർ സ്ക്വയർ ഫീറ്റ് കൊടുക്കും. അതേപോലെ തന്നെ ഇതൊരു 350 രൂപയ്ക്ക് മേലെ റേറ്റുള്ള ടൈലാണ്. ഇത് സാധാരണക്കാരും ഇടുകയില്ല. എന്നാ വട്ടാണോന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഇട്ടാലല്ലേ ഇങ്ങനെയൊക്കെ ആവുള്ളൂ. പിന്നെ ഈ വീട്ടിൽ ഞങ്ങള് നിർബന്ധമായിട്ട് വേണമെന്ന് പറഞ്ഞൊരു സംഭവമാണ് ഫാമിലി വാള്. പണ്ടൊക്കെ നമ്മൾ ആൽബങ്ങളല്ലേ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ അതിനേക്കാൾ ഒരു ടച്ചിങ് കിട്ടുന്നത് എന്നാന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി നമ്മുടെ ഒരു ഫോട്ടോ രാവിലെ എണീറ്റ് വരും കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അത് പല പ്രായത്തിലുള്ളതുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഉണ്ട്, മക്കളുടെ. മോള് അത്യാവശ്യം യാത്രാപ്രേമിയാണ്. അങ്ങനെ ഓരോ രാജ്യത്ത് പോയിട്ടുള്ള പ്രത്യേക ഫോട്ടോകൾ അതെല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേട്ടനുണ്ട്, അനിയന്മാരുണ്ട്. ഞങ്ങൾ മൊത്തം 8 പേരുള്ള ഫാമിലിയാണ്. 8 പേര് ഇവിടെയുണ്ട്. പിന്നെ വൈഫിൻ്റെ ആങ്ങളയാണിത്. ആങ്ങളയുടെ പിള്ളേരാണ് ഈ താഴെ ഇരിക്കുന്ന 2 പേര്. ആളിന് മർച്ചൻ്റ് നേവിയാണ്. പിന്നെ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എൻ്റെ വൈഫിന് നിജയ്ക്ക് 20 വയസ്സുള്ളപ്പോഴത്തേക്കും എൻ്റെ 19 വയസ്സത്തെയും ഫോട്ടോയാണിത്. അപ്പോൾ ഈ വാള് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതായി വീട്ടിലെ. ഇത് ഞങ്ങളുടെ മൂത്ത മോൾ അലോണക്കുട്ടി, ഇത് അലീനക്കുട്ടി. അവരുടെ തന്നെ ഫോട്ടോകൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കിടക്കാം. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ബെഡ് തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഒരു അടിയിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബെഡ്റൂം സെറ്റ് ചെയ്യുമ്പം ക്ലയൻറ്റിനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ ബെഡിൻ്റെ അടിയിലായിരിക്കും, അതല്ലെങ്കിൽ കോബിലായിരിക്കും, അതല്ലെങ്കിൽ ഹെഡ്ഭാഗത്തായിരിക്കും. ഏതെങ്കിലും ആയിട്ടൊന്ന് ഒരെണ്ണം മാത്രം ഉപയോഗിക്കാവുന്ന പോലെ. അല്ല മൊത്തം ലൈറ്റ് ആണെങ്കിൽ റൂം നിറച്ച് ലൈറ്റ് ഉണ്ടാവും. പിന്നെ സീലിംഗ് ലൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വാരി വലിച്ചിട്ടിട്ടില്ല. എവിടെയാണ് റിക്വയർമെൻറ്റ് അവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
പിന്നെ അതുപോലെ കർട്ടൺ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സീലിംഗിൽ നിന്ന് ഫ്ലോർ വരെ വന്നിട്ടുണ്ട്. കണ്ടോ? അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ റാഡിൻ്റെ വൃത്തികേട് മാറി കിട്ടും. ആ, അത് കംപ്ലീറ്റ്ലി കവേർഡാണ്. തീം ഉപയോഗിച്ചിട്ടുണ്ട് ഈ റൂമിന്, ഒരു പിങ്ക് തീം. പിന്നെ ഞങ്ങളുടെ വാർഡ്രോബും ഒരു സ്പെഷ്യലാണ്. ഇത് അരിസ്റ്റോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ്, ഫുൾ ഹൈറ്റാണ്. പിന്നെ ഫുൾ ഹൈറ്റ് അരിസ്റ്റോ വാർഡ്രോബ് 10 അടി ഹൈറ്റിലാണ് ഇത് പോയിരിക്കുന്നത്. കണ്ടോ? ഭയങ്കര സോഫ്റ്റ് ക്ലോസാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആ സ്പേസും കൂടെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനിയൊരു വെറൈറ്റിയാണ് ഞങ്ങളുടെ ഡ്രസ്സിങ് ടേബിൾ. ഇത് മാഡം തന്നെ കാണിച്ചാൽ മതി. നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കുറെ ഹിഡൻ സാധനങ്ങൾ ഫുള്ളി ഹിഡൻ. ഇതിനെ കുറെ ഇതിനകത്ത് വെക്കാം. ചെറിയൊരു ടേബിളും ഉണ്ട്, അത്യാവശ്യം കുറെ ഉണ്ട് സാധനങ്ങളെല്ലാം വെക്കാൻ. പക്ഷെ അതൊരു പുറത്തേക്ക് ആർക്കും കാണൂല. ഇവിടെ നിന്ന് ഇവിടെ സ്റ്റൂളുണ്ട് ഇരിക്കാൻ. ആക്ച്വലി ഇതിനൊരു ഇതുണ്ട്, അപ്പൊ അവിടെ ഇരിക്കുക. ഇത് മാറ്റിയാൽ മതിയല്ലോ, എടുത്ത് പരട്ടാനോ. അതെ. പലപ്പോഴും ഇവിടുത്തെ കേരളത്തിലെ വീടുകളിലൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ തറ വരുന്നിടത്ത് വിൻഡോ വെക്കും. അത് 2 കാര്യത്തിൽ ഇത് അപകടമാണ്. ഒന്ന്, ശത്രുക്കൾക്ക് വേണമെങ്കിൽ വല്ല സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഗ്ലാസ് തല്ലിപ്പെട്ടിട്ട് നമ്മളെ ഉപദ്രവിക്കാം. തെഫ്റ്റ് നടത്താനുള്ള സാധ്യത കൂടുതൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്. രണ്ടാമത്, ഈ കാലാവസ്ഥ ചേഞ്ചിന് പനി പോലെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് വിൻഡോ. സെയിം ടൈം ഞങ്ങൾ 2 സൈഡിലും വളരെ നീളത്തിലുള്ള സൈഡ് ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് ടേബിൾ മാത്രമല്ല, ലോക്കർ ഫെസിലിറ്റി 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റും ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഡിവൈഡ് ചെയ്ത വാഷ് സെപ്പറേറ്റ് വെച്ചു, അതുപോലെ ബാത്തിങ് ഏരിയ സെപ്പറേറ്റ് വെച്ചു വിത്ത് ഗ്ലാസ്, ക്ലോസറ്റ്. പിന്നെ ഇതിനകത്തെ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈറ്റ് പരമാവധി ഈ വീടിനകത്ത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗും ഗീസർ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ സീലിംഗ് ആ ടൈപ്പിൽ പാനലിംഗ് കൊടുത്തിരിക്കുന്നത്. മേലെ അഴിച്ച് ചെയ്യാവുന്ന പോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് വന്നു. മക്കളുടെ ബെഡ്റൂംസ്. ഇത് മൂത്ത മോളുടെ ഒരു പിങ്ക് തന്നെ തീം. പിങ്ക് തീമിലുണ്ടെങ്കിൽ തന്നെ ആൾക്കൊരു ചെറിയൊരു ഗ്രേയിഷ് ബ്ലൂയിഷ് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയായിട്ട്. പിന്നെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ബെഡ്റൂം എല്ലാം സൈസിലും കാര്യങ്ങളെല്ലാം സെയിമാ. പക്ഷെ ഇവിടെ ഓപ്പൺ ടൈപ്പ് ആണ് വാർഡ്രോബ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബേ വിൻഡോ ഉണ്ട്. പിന്നെ അവർക്ക് ഷൂ വെക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേസ് ആക്കി. ഇതൊരു സ്പെഷ്യൽ ഏരിയ ആണ്. രണ്ടുപേർക്കും 2 ഇഷ്ടങ്ങളുണ്ടെന്ന്. അതെ, ഷൂ കൊണ്ടുവന്നിട്ടില്ല, അത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുക. കളക്ഷൻ ഉണ്ട്, ഒത്തിരി ഉണ്ട്. അത് ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഓരോ മോഡൽ മേടിച്ചിട്ട്. മൂത്തയാൾക്ക് ഷൂ, മൂത്തയാൾക്ക് ബാഗ്, രണ്ടാമത്തെ ആൾക്ക് ഷൂ. പക്ഷെ 2 പേർക്കും ഷൂവിൻ്റെ ഇതുണ്ട്. ഇത് ബാഗ് വെക്കാനുള്ള സ്റ്റാൻഡാ. അവിടെയും സൈഡ് ടേബിൾ ഉണ്ട്, ഓൺലി സൈഡ് ടേബിൾ ഉള്ളൂ. ഇവിടെ ലോക്കർ കൊടുത്തിട്ടില്ല കുട്ടികൾക്ക്. പിന്നെ ടോയ്ലറ്റ് സെയിം ആണ്, നമ്മളിപ്പോൾ അപ്പുറത്തെ കണ്ടതുപോലെ തന്നെ, അതിന് വ്യത്യാസമില്ല. ഡ്രസ്സിങ്ങും സെയിം ആണ്. 3 പെണ്ണുങ്ങളായതുകൊണ്ട് ഇവർക്ക് 2 മക്കളും വൈഫും പെണ്ണായതുകൊണ്ട് ഇവർക്ക് എല്ലാം ഇത് നിർബന്ധമാണ്. എല്ലാവർക്കും വേണം, എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ളതാണ്. കണ്ടോ? അപ്പൊ നമ്മുടെ പ്രെയർ ഏരിയയുടെ ഇപ്പുറത്ത് നമ്മൾ പറഞ്ഞില്ലേ സ്പെഷ്യൽ മിറർ സ്പേസ്, അതായത് നമ്മുടെ സ്പേസ് ഇരട്ടിയായി തോന്നിക്കുന്ന സ്ഥലത്തിന് ഇപ്പുറത്താണ് ഒരു ഹിഡൻ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ലാസ്റ്റ് ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇവിടെ അധികം ബെഡ്റൂംസ് ഒന്നുമില്ല, 3 ബെഡ്റൂമേ ഉള്ളൂ. സ്പേസും സെയിം സൈസാണ്, ഒരേ സൈസ്. കളേഴ്സ് മാത്രം കളേഴ്സിൽ ചെറിയ ചേഞ്ചസ് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഒരാൾക്ക് ഒരു ഇച്ചിരി ഗ്രേ കൊടുത്തു, ഒരാൾക്ക് ബ്ലൂ കൊടുത്തു എന്നുള്ള വെച്ചാൽ ബാക്കിയെല്ലാം സെയിം കോട്ടിന്റെ സൈസാണ് ഇതെല്ലാം. അതുപോലെ ബെഡ്ഷീറ്റിൽ കളർ ശകലം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ഇത് ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ സ്പേസ് കിട്ടിയപ്പോൾ ഇവിടെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ബാക്കപ്പാണ് വീടിന്റെ. പ്ലസ് കൺസോൾ ടേബിളായി നമ്മൾ അയൺ ചെയ്യാനുള്ള സ്ഥലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏത് വീട്ടിൽ ചെന്നാലും നമുക്ക് DB ബോക്സ് ഒരു പ്രശ്നമല്ലേ. അപ്പൊ DB ബോക്സിനെ ഞങ്ങൾ ഇവിടെ ഹൈഡ് ചെയ്തു. ഒറ്റ നോട്ടത്തിൽ ഇത് എന്നാന്ന് ആർക്കും അറിയാൻ പറ്റില്ല. റൂഫിനൊക്കെ ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡബിളല്ല, 3 കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ഇതിന്റെ ഒരു എലവേഷന് ഒരു ഭയങ്കര പ്രത്യേകത തോന്നുന്ന ഒരു സാധനമാണ് നമ്മുടെ ആ വിൻഡോ. ഒരു ലൈറ്റിന് വേണ്ടി കൊടുത്തത് അത്. പക്ഷെ കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നും. എല്ലാവരും പൊതുവെ താഴെ ക്ലോക്ക് ഒക്കെ വെച്ച പോലെ.
പക്ഷെ നമുക്കൊരു 6-7 മണി വരെ എപ്പോഴും ഒരു വെളിച്ചമുണ്ട് വീടിനകത്ത്. ഉള്ളിലോട്ട് നേരിട്ട് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാലും ചെറിയൊരു വെളിച്ചം കിട്ടുന്നു. അതതിന്റെ വെറൈറ്റി. ആക്ച്വലി ഇതിന്റെ ഐഡിയ എനിക്ക് കിട്ടിയത് റോമി വെച്ചാ. അവിടെ ബോംബെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു AD 72 അഗ്നിപർവ്വതം പൊട്ടി വീണ് മൂടിപ്പോയ ബോംബെ. അന്ന് അവിടെ ക്ലബ് ഹൗസ് ഉണ്ടായിരുന്നു അവർക്ക്, ആ ജനങ്ങൾക്ക് കൂടാനായിട്ട്. ആ ക്ലബ് ഹൗസിൽ ഇങ്ങനെ ഒരു സ്പേസ് വെച്ചാൽ അതിൽ കൂടെ ലൈറ്റ്, ഈ സൂര്യപ്രകാശത്തിൽ കൂടെ വെളിച്ചം ഒഴിച്ചായിരുന്നു വെള്ളം ചൂടാക്കിക്കൊണ്ടിരുന്നത്. സോ അതിന്റെ ഒരു കോപ്പി ചെയ്ത് അത്രയും വന്നില്ല, അവരിച്ചിരുടെ ഐഡിയ ഉപയോഗിച്ചിട്ടുണ്ട് ഗ്ലാസ് വെച്ച്. ഈ വീട്ടുകാർക്ക് സ്വന്തമായിട്ട് മഴയുണ്ട്. അത് ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുമ്പോൾ മഴ പെയ്യും. അതാണ് ഈ വീടിൻ്റെ സെറ്റപ്പ് കിട്ടുന്നത്. ആ വീടിൻ്റെ മുകളിലേക്ക് നോക്കി നല്ല മഴയാണ്. വീടിൻ്റെ ഉള്ളിൽ തണുപ്പിക്കാൻ പറ്റിയിട്ടുള്ള മഴയല്ലേ. സ്പ്രിംഗ്ലർ വെച്ചിട്ടാണ് നമ്മുടെ വീട് തണുപ്പിക്കുന്നത്. ഇത് നമുക്ക് തണുപ്പ് നല്ല രീതിയിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കിട്ടും, നന്നായിട്ട് കിട്ടും. ഒന്നാമത്തെ കാര്യം ഇത് വാർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ചൂട് തണുപ്പ് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങും അല്ലേ. ടൈല് നനഞ്ഞിട്ട് അതിന്റെ ഒരു കൂളിംഗ് അടിയിലേക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഓ, അതൊരു പുതിയൊരു സെറ്റപ്പ്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ. അതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളം ഇങ്ങോട്ടേക്കും കിട്ടുന്നുണ്ടല്ലേ. ഉണ്ട്, വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ, അത്രയ്ക്കുന്നുണ്ട്. ഓ, വലിയൊരു ഏരിയ മൊത്തം. ഈ വെള്ളം അങ്ങനെ തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ ടാങ്കിലേക്ക് സംഭരിച്ചോണ്ടിരിക്കുക. കണ്ടോ, ഈ വെള്ളം ഒരു തുള്ളി പോലും പോകുന്നില്ല. കണ്ടോ, ഇത് വീണ്ടും ഇങ്ങനെ പോയി ഇതിവിടെ വരും, ഇതിലെ ഒഴുകി താഴേക്ക് നമ്മുടെ ആ കിണറിലേക്ക് തന്നെ പോവാം. ഓക്കെ. അതായത് ഇവിടുന്ന് വരുന്ന വെള്ളം തൊട്ട് നമ്മുടെ മുറ്റത്ത് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് പെയ്യുന്ന വെള്ളം വരെ നമുക്ക് ടാങ്ക് ഉണ്ട്. എക്സാക്ട്ലി. ടെറസിൽ നമുക്ക് ഒരു വേറെ ഏരിയ ഉണ്ടെന്ന് ഒരു ബാൽക്കണി സ്പേസ് ഉണ്ടെന്ന്. അങ്ങോട്ടേക്ക് കയറാം. ഇത് ചെറിയൊരു പാർട്ടി ഹാള് പോലെ ഒരു സ്ഥലമാണ്. അതേ സമയം തന്നെ നമ്മളൊരു ചെറിയ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലോറിഷ് ബാൽക്കണി. പിന്നെ ഞങ്ങളുടെ ഷീറ്റ്സിന് ഇടയ്ക്ക് ഞങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ കയറി കിടക്കാനുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. എലവേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഗ്ലാസ് ബ്രിഡ്ജ്. ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജ് ആണ് കേട്ടോ. താഴേക്ക് നമുക്ക് കാണാം. ഇതിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴെ ഇരുട്ടാകുന്നില്ല. ഇത് മേലെ നിൽക്കുന്നതുകൊണ്ട് താഴത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് മറയുന്നില്ല. ഇനി വീട്ടിലെ സ്പെഷ്യൽ വേറൊരു സ്പേസ് കൂടെ ഉണ്ട്. ഇതും ചൂടിനെ അകറ്റാനുള്ള മറ്റൊരു തന്ത്രമാണ്. നമ്മുടെ ജലസ്രോതസ് വെള്ളം ടാങ്ക്. അത് പൊതുവെ നമ്മൾ എല്ലാവരും PVC-യുടെ ടാങ്കല്ലേ വെക്കുന്നത്. സിൻടാക്സ് ടാക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് PVC അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വെയിൽ ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഇതൊരു നെഗറ്റീവ് എനർജി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാറും, അല്ലാത്ത അതിനകത്തേക്ക് പല കണ്ടൻറ്റും കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടാങ്കിനെ കവർ ചെയ്തു. അതാണ് കാണിക്കാൻ പോകുന്നത്. ടാങ്കിനും ഒരു 2000 ലിറ്റർ ടാങ്ക് വിത്ത് കവർ. ടാങ്കിന് ഒരു റൂം. വെള്ളം ഒരിക്കലും ഹീറ്റ് ആകത്തില്ല. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി തോട്ടത്തിലേക്കുള്ള പോക്കാണ്. കൈ ഇങ്ങോട്ട് അപ്പോൾ എങ്ങനെ ഇത് കണ്ടോ, വിശാലമായിട്ടുള്ള നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ നമ്മുടെ തോട്ടം, പഴത്തോട്ടം മാത്രമല്ല ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു സ്പെഷ്യൽ കോഴിക്കൂടാണ് അല്ലേ. അതെ, കേട്ടിട്ടുണ്ടോ, ടെൻഷൻ ഫ്രീ. കോഴിക്ക് ടെൻഷൻ ഇല്ലാതെ മുട്ടയിടുക. വാക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് 2 കോഴിക്കൂട് ഉണ്ടായിരുന്നു ആദ്യം. ഈ സാധനത്തിനെ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് ഒരു പാത്ത് കൊടുത്തു, വലിയ നീളത്തില് ഒരു 30-35 മീറ്റർ കൊടുത്തിട്ട് അവിടെ ഒരു ഫ്രീ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെയാ. അതുപോലെ മുട്ടയിടാനുള്ള സ്പേസ് ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മുട്ട കാണാം ഇവിടെ. എവിടെ? ഇതല്ലേ, മുട്ടയിട്ട് വെച്ചേക്കുന്നു. അത് നമുക്ക് ഇവിടെ തുറന്നെടുക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഇടുള്ള മുട്ട ഇവിടെ ഇടും. പിന്നെ നമ്മൾ അതിനകത്തൊരു 3 സ്പേസ് വേറെ കൊടുത്തിട്ടുണ്ട്. കോഴി കൂടുതലുള്ളപ്പോൾ അതിനകത്തും പോയി ഇടും. അത് ലാഭമായല്ലോ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് ചെളിയാവാതിരിക്കാൻ വേണ്ടി അതിന് ഞാൻ റൂഫ് കൂടെ ചെയ്ത് കൊടുത്തു. നേരത്തെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മഴക്കാലത്ത് ഒരു പക്ഷേ ചെളിയാവാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അതിനെ ഓട് വെച്ച് റൂഫ് ചെയ്ത് കൊടുത്തു. കൊള്ളാലോ. ഇതാണ് സെക്കൻഡ് ഇത് കോഴിക്കൂട്. അതിലേക്ക് ഇതേപോലെ ഒരു പാത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇവർ കയറി ഇതിനകത്തിരിക്കും. നല്ല നീളമുണ്ട് കേട്ടോ ഈ കോഴി. നല്ല നീളമുണ്ടെങ്കിൽ അതും ഭൂരിഭാഗം കരിങ്കോഴികളാണല്ലേ. കരിങ്കോഴിയാണ് കൂടുതൽ. അത് വെച്ച് വെറും സ്പേസ് അല്ല, നമ്മൾ അതിനകത്തൊരു മരമൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടാ, ഒരു അത്തിമരം. അത് കയറാം കേട്ടോ. ഇത് കണ്ടോ കോഴി ഇരിക്കുന്നത്, മരത്തെ കൂടെ എല്ലാം കോഴി ഇരിപ്പുണ്ട്. കണ്ടാ, അതാണ് കോഴികൾ കായ്ക്കുന്ന മരം. കരിങ്കോഴി കായ്ക്കുന്ന മരം. നോക്കിയാൽ എത്ര കരിങ്കോഴികൾ അതിന് മേലെ. അതെ. മുട്ടയിടാനുള്ള സ്ഥലം പിന്നെ ഇവിടെ ഉണ്ട്. കണ്ടോ, 3 ക്യാബിൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് മുട്ടയിടാനായിട്ട്.
ഓ ഇത് വലിയ സ്പേസാ. വലിയ സ്പേസാ. ഇതിലാണ് ഇതാണ് പാത്ത്. അതിലേ അങ്ങ് സഞ്ചരിക്കാനുള്ള വഴിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പുറത്തും കോഴി കാണാൻ നിൽക്കുന്നത്. സേഫാണ്. സേഫാണ്. വേറെ ഒന്നും മൃഗങ്ങളൊന്നും കയറത്തില്ല. കീരി ആയിക്കോട്ടെ, ഒന്നും കുറുക്കനോ ഒന്നും ഒരു ശല്യം ഇല്ലല്ലോ. കോഴിക്കോട് ഉഷാറായിട്ടുണ്ട് അല്ലേ? നല്ല വെറൈറ്റി അല്ലേ? വെറൈറ്റി ആയിട്ടുണ്ട്. കോഴിക്കോട് മാത്രമല്ല, നമ്മൾ അടിപൊളി ഫ്രൂട്ട്സ് ഒക്കെ ലാൻഡിലുണ്ട്. സ്റ്റാർ ഫ്രൂട്ട്സ് നല്ല പഴുത്ത സ്റ്റാർ ഫ്രൂട്ട് കേട്ടോ. ഇതിങ്ങനെ നമ്മുടെ തന്നെ ഇതിനകത്ത് രാസവളം തൊടുന്നില്ല. രാസവളമൊന്നും മാത്രമല്ല, മരുന്നുകളൊന്നും അടിക്കുന്നില്ല. കീടങ്ങൾക്ക് മരുന്നൊന്നും അടിക്കുന്നില്ല. ഇങ്ങനെ ഇതുണ്ടോ? നല്ല മധുരം, അടിപൊളിയാണ്. ദാഹം പോകോളും. പല ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ. മിൽക്ക് ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി ചെടിയുണ്ട് ഇവിടെ. ഇപ്പൊ 2 വർഷമേ ആയുള്ളൂ. ഒലിവ് മരം കണ്ടിട്ടില്ലാത്ത. പള്ളിയുടെ മുന്നേ തന്നെയാ ഒലിവ് മരം. ഒലിവ് സർവ്വസുഗന്ധി ചെറിപ്പഴം നന്നായിട്ട് ആയിട്ടില്ലല്ലേ? ആയിട്ടില്ല. ചെറി. ഈ പോകുന്ന ഈ വഴികളിലെല്ലാം ഇതുപോലെ ഒരു ചാല് കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഈ തോട്ടത്തിൽ വരുന്ന മഴവെള്ളം മുഴുവൻ ഇങ്ങോട്ടേക്ക് ഒഴുകി ഇവൻ സംഭരിച്ചുകൊണ്ട് പോവാണ്. അത് പല സ്ഥലത്തും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കൈവഴികൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. നോക്കിയറിയാതെ ഒരു തുള്ളി വെള്ളം നമ്മുടെ പറമ്പിൽ നിന്ന് ഭൂമിയിലോട്ടല്ലാതെ വേറെ പുറത്തേക്ക് പോകുന്നില്ല. ഇത് മേലെ നിന്ന് വരുന്ന വേറൊരു ചാലാണ്. ആ ചാല് ഇതാ ഇങ്ങനെ പോകുന്നു. അത് അവിടുന്ന് വരുന്ന വേറൊരു ചാല്. എല്ലാം ചാല. ആ സൈഡിൽ നിന്ന് നോക്കി അറിയാം. വേണ്ടോ? ഒരു ഫൗണ്ടൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗപ്പി മീനുകളൊക്കെ ഉണ്ട്. ഇപ്പം ആ കൈവഴികൾ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു തോട്ടിലേക്ക് ചേരുക. ഇത് കണ്ടോ? സെയിം ടൈം നമ്മുടെ ടെറസിൽ നിന്ന് വരുന്ന വെള്ളം ഇവിടെയും വരുന്നുണ്ട്. അതവിടെ കെട്ടിക്കിടക്കുന്നതാണ്. ഇവിടേക്ക് വരും. ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഇവിടെ ഒഴുകി പല പുഴകളായി വരുന്നത്. പലയിടത്തുനിന്ന് വന്നിട്ട് ഇവിടെ നമുക്കൊരു ഇതുണ്ട്. ആ വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് ഇവിടുന്ന് ഒഴുകി നേരെ തിരിച്ച് കിണറിലേക്ക് തന്നെ പോകുന്നത്. ഇതിപ്പോ നമ്മളെ ടെറസിൽ നിന്ന് മഴ പെയ്ച്ചില്ലേ? ആ മഴ വെള്ളമാണ് ആ മഴവെള്ളം വന്നോണ്ടിരിക്കുന്നത്. അത്ര വൈകുന്നില്ല, പെട്ടെന്ന് വരും. വരും കഴിഞ്ഞിട്ടില്ല. ഇനി അവിടുന്ന് പിന്നെ ചാലിന്റെ വലിപ്പം കൂടി. അതെ, അപ്പം വളരെ വലുതായി. ഇപ്പം എല്ലാം കൂടെ ചേർന്ന് വലിയ ചാലായിട്ട് നേരെ വന്നിട്ട് ഇനി അവിടെ ഒരു കുഴി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ടാങ്ക്. അതിൽ നിന്നാണ് നമ്മൾ വെള്ളം ഡൈവേർട്ട് ചെയ്ത് വിടുന്നത്. ഓക്കെ. സെയിം ടൈം ചെറിയ സിറ്റിംഗ് ഏരിയകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട്. ഇത് ശരിക്കും വീട് ഇതിന്റെ നടുക്കായിട്ടാണ് വരുന്നത്. വീട് സെൻട്രലായിട്ടാണ് വരുന്നത്. വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ ഇങ്ങനെ ഒരു പ്ലേസും, പിന്നെ അതുപോലെ ഈ കല്ലുകളൊക്കെ നമ്മുടെ ഒരു സിറ്റിംഗ് പ്ലേസാണ്. ഈ പട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് ഓരോന്നോരോന്നത്തെ കയറിയിരിക്കും. ഇവിടെ ഇല്ലാത്ത ചെടികൾ കുറവാണ് കേട്ടോ. ഇത് മലയനാപ്പിൾ എന്ന് പറയാ നിൽക്കുന്നത്. അതല്ലേ? ഇത് വേപ്പ്. ഇവിടെ സാധാരണ ആര്യവേപ്പ് കാണാറില്ല. ആര്യവേപ്പ്. അങ്ങനെ ഈ വെള്ളം എല്ലാം കൂടെ വന്നിട്ട് ഈ ടാങ്കിൽ വന്ന് ഈ ടാങ്കിൽ നിന്നാണ് നമ്മൾ കിണറിലേക്ക് വെള്ളം വീഴുന്നത്. കിണറിലേക്ക് വീഴുകയാണ് അല്ലേ? വലിയൊരു കിണറാണ്. വലിയ 4 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. 4 മീറ്ററോളം ഹൈറ്റ് ഉണ്ട്. 4 കൂടുതലുണ്ടാവും. ഇതെന്നറിയും. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടം വരെ നിറഞ്ഞു കയറി വന്നാൽ. പിന്നെ ഇതിൽ നിന്നൊരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം ഇത് നിറഞ്ഞാൽ വെള്ളം തിരിച്ച് കയറി ഈ കുഴി വരും. അപ്പോൾ കുഴി കയറിയിട്ട് പിന്നെ ഇതിൻ്റെ ഹൈറ്റും ഈ ഹൈറ്റും തമ്മിൽ ഏകദേശം ഒരു 1/2 അടി ഹൈറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഇതേ ചാലിൽ കൂടി തിരിച്ചൊഴുകി പോകും. ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ എപ്പോഴാണ് നിറഞ്ഞ ലെവൽ അവിടെ നിൽക്കും. എക്സസ് വരുന്ന വെള്ളം മാത്രമേ പുറത്തേക്ക് പോകത്തുള്ളൂ. പുറത്തേക്ക് പോയാൽ റോഡിലൊന്നും വീഴാത്ത പോലെ നമ്മൾ കൃത്യമായിട്ട് ഡ്രെയിനേജ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സീക്രട്ട് പോക്കറ്റിൽ കൂടെ വെള്ളം പോകുന്നു, നേരെ ഡ്രെയിനേജിൽ പോകുന്നു. ഈ ഡ്രെയിനേജ് പോയി ഓപ്പൺ ആകുന്ന മെയിൻ റോഡിലാണ്. മെയിൻ റോഡിലെ കാനയിലേക്ക് പോയി നമ്മൾ റോഡ് കടന്ന് ഇപ്പുറത്തോട്ട് ചാടി. ഇതൊരു ലോൺ ഏരിയ ആണ്. അതിനകത്തുമുണ്ട് കുറേ ചെടികൾ. എല്ലാ ചെടികളും ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. അമ്പഴങ്ങയല്ലേ? ഇത് അമ്പഴങ്ങ. അത് അമ്പഴങ്ങ. ഇത് കായമാണ്. ഇത് വെറൈറ്റിയാണ്. കേരളത്തിലധികം കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഇത് അധികം മണമൊന്നുമില്ല, പക്ഷേ ഇതേന്നാണ് കായ ഉണ്ടാകുന്നത്. റംബുട്ടാനും കായ്ച്ചു. കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ കിട്ടിയായിരുന്നു. അതിൻ്റെ പുറകിലുള്ള കശുമാവ്, പിന്നെ കുറേ ചെടികൾ. എനിക്ക് പിന്നെ പേര് മറന്നുപോയ കുറേ ചെടികൾ, വെറൈറ്റി മാവുകൾ. പിന്നെ ഓറഞ്ച് ഉണ്ട് ഇവിടെ പഴുത്ത് നിൽക്കുന്നുണ്ടോ? പഴുത്ത ഒന്നല്ല, കുറച്ച് സൂപ്പറാണ് കേട്ടോ. നല്ല പുളിയുണ്ട്. ലൈം അടിക്കാൻ അടിപൊളി. അത്യാവശ്യം പുളി. കുറേ പഴങ്ങളൊക്കെ തോന്നുന്നു. ലാസ്റ്റ് ഇഷ്ടംപോലെ ഇവിടെ ഇനിയുണ്ട്. ചാമ്പങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഇതല്ലേ ചീമച്ചാമ്പ. പനിനീർ ചാമ്പയല്ല, പനിനീർ മേലെ ആ വീടിന് ചാമ്പയുടെ അത് തന്നെ.
നല്ല മധുര കേട്ടോ. കൊടുത്തു. നല്ല മധുരമുള്ള ചാമ്പങ്ങ. ഇതൊരു വെറൈറ്റി ഫ്രൂട്ടാണ്. കണ്ടാൽ പേരയ്ക്ക പോലെ ഇരിക്കും. ഇതാണോ ഇത് നോക്കിയാ? പേരക്കല്ലേ ഇത്? പേരക്കല സ്വീറ്റ് ചെയ്ത് നോക്കിയാ. വണ്ടർഫുൾ ടേസ്റ്റ്. ഇത് പീനട്ട് ഫ്രൂട്ട് എന്ന് പറയും. പീനട്ട് ഫ്രൂട്ട് ഇത് ആക്ച്വലി പക്ഷികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. പക്ഷിക്കും എനിക്കും ഒത്തിരി ഇഷ്ടം കേട്ടോ. ഇതുണ്ടോ ഇതിന്റെ ഈ റെഡ് ഭാഗമാണല്ലേ? ആ ഭയങ്കര ടേസ്റ്റിയാ. നല്ല ഫ്ലഷ് ഉണ്ട്. ഫ്ലഷാ. പീനട്ടിന്റെ ടേസ്റ്റ്. പിന്നെ കൊടംപുള്ളി. പിന്നെ ഇത് സ്റ്റാർ ഫ്രൂട്ട്സ് അഗൈൻ. ഇത് കണ്ടോ? ഒരുപാടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്തേലും പറിച്ചില്ലേ? എല്ലാം തിന്നാല്. ഇത് അച്ചാറിടാൻ നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട് ഞാൻ. ശരിക്കും എത്രയോ മലയാളികൾ ഇങ്ങനെ കൊതിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ തോട്ടവും അല്ലെ? സിറ്റിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ കൊതിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ യാഥാർത്ഥ്യമാക്കി. ഞാൻ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഡ്രീമാണ്. ഇത് മനസ്സിലായി. ഇതാണ് മുള്ളാത്ത. ആക്ച്വലി ഇതൊരു ആഫ്രിക്കൻ ഒറിജിൻ ആണ്. ഇപ്പൊ പലയിടത്തും ഉണ്ട്. എന്നാൽ പോലും ഞാൻ ആദ്യമായിട്ട് ഇത് ലുലുമാലി വെച്ചാ കണ്ടേ. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിനേക്കാൾ ഇവർ പലരും പറയുന്നത് വെച്ചാൽ നമുക്ക് ശരിക്ക് പ്രതിരോധ ശക്തി ഉണ്ടാവുമെന്നാ പറയുന്നത്. ഒരുപാട് കഴിച്ചിട്ട് മെഡിസിൻ എന്ന് പലരും പറയുന്നു. പിന്നെ അതുപോലെ എഗ് ഫ്രൂട്ട്, മാംഗോസ്, അതുപോലെ തന്നെ ബേർ ആപ്പിള്, അങ്ങനെ പല ചെടിയും ഇങ്ങോട്ടുണ്ട്. അയ്യോ, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1.5 ഏക്കറിനടുത്ത് കവർ ചെയ്തു. അല്ലേ? അപ്പോൾ പുതനപ്ര ഫാം ഹൗസിൽ നമ്മൾ ഇറങ്ങാം. വീടെന്നല്ല, ഫാം ഹൗസ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അത്രത്തോളം ഉണ്ട് കാണാനായിട്ട് അല്ലേ? ഒരു ദിവസം മുഴുവൻ എടുത്തല്ലേ വിഞ്ചു ഒന്നാമത് കാണാനായിട്ട്? വന്നപ്പോൾ ഓരോ നിമിഷവും ബോറടിക്കാതെ എല്ലായിടത്തും ഞാൻ പറയായിരുന്നു, ഇവിടെ ഓരോ സ്ഥലത്തെത്തുമ്പോ ഓരോ വൈബാ. ശരിക്കും നല്ല ഫോട്ടോ ഫ്രെയിംസ്, അങ്ങനെയുള്ള ഒരു കിടിലം വീട്. മോഡേൺ ആണെങ്കിൽ മോഡേൺ, അതിന്റെ കൂടെ നമ്മള് ഫ്രൂട്ട്സ്, അങ്ങനെ കുറെ കാര്യങ്ങള്. പിന്നെ ഇവര് കോഴികള്, സമയം പോകാൻ ഇവര് തന്നെ മതിയല്ലോ. പിന്നെ ഇവിടെ രണ്ടുപേരും പരിചയപ്പെടാനുണ്ട് അല്ലേ? ഇത് നമ്മുടെ ഓഫീസിലെ ആളുകളാണല്ലേ? ഓഫീസിലെ ഡിസൈനറാണ് നിവ്യ ജേക്കബ്. ഹായ്, ഒരു ഹായ് പറഞ്ഞേ. ആളിപ്പോ നമ്മുടെ കൂടെ 1.5 വർഷമായിട്ടുള്ള ആളാണ്. പിന്നെ ജസ്ലിൻ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജറാണ്. വേറെ സ്റ്റാഫ്സും ഉണ്ട്. പക്ഷെ ഇന്ന് സമയം കിട്ടിയത് 2 പേർക്കാണ് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ സീസർ ഇന്റീരിയേഴ്സ് അല്ലേ? സീസർ ഇന്റീരിയേഴ്സ്. അപ്പോൾ അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വിളിക്കാനുണ്ട്. ഇതുപോലത്തെ ഡിസൈൻ ഒക്കെ നമ്മൾ വീടൊക്കെ ചെയ്യുന്നല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു. വളരെ ഹൃദ്യമായിട്ടൊരു എപ്പിസോഡും നല്ല അല്ലേ, അടിപൊളി ഒരു ഫാമിലി ടീമും നന്നായിട്ടുണ്ട്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മളൊരു കുടുംബം പോലെ ഒരു ദിവസം ഇവിടെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ നിങ്ങൾ വന്ന് ഇതിനെപ്പറ്റി ഒരു പോസിറ്റീവ് പറയുമ്പോഴാണല്ലോ നമ്മുടെ ആ സ്വപ്നം സാഫല്യമായെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഞാൻ ചെയ്തു എന്തൊക്കെയോ ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള ആൾക്കാർ വന്ന് അഭിപ്രായം പറയുമ്പോഴാണ് ഇതിന് ഒന്നുകൂടെ മാറ്റി വരുന്നത്. താങ്ക് യു കേട്ടോ. മഴ, വെള്ളച്ചാട്ടം, ഇതൊക്കെയുള്ള വീട് കാണാൻ പറ്റുമോ? അതെ, തീർച്ചയായിട്ടും. വെറൈറ്റി എവിടെയുണ്ടോ അവിടെ നമ്മൾ വന്നിരിക്കും. താങ്ക് യു. ഓക്കെ, അപ്പം എല്ലാവരും ഒരു ചെറിയ ബൈ പറഞ്ഞേരെ. ബൈ.